ഹലോ, ഐ ഡോക്ടർ രോഹിത് രവീന്ദ്രൻ. ഡോക്ടർ ഫിറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ വളരെയധികം സീരിയസ് ആയിട്ട് എടുക്കാത്ത എന്നാൽ വളരെയധികം സീരിയസ് ആയ ഒരു മാറ്ററായ ഹൃദയാഘാതത്തെ പറ്റിയിട്ടാണ്. ഹൃദയാഘാതം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊന്നും ഹൃദയാഘാതമുള്ള രോഗികളല്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മളിത് കേൾക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ഹൃദയാഘാതം വന്ന രോഗികൾ മരിക്കുന്നത് ഹൃദയാഘാതം കൊണ്ട് മാത്രമല്ല. ഹൃദയാഘാതം വന്നിട്ട് അവർക്ക് പെട്ടെന്ന് രോഗിനെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ ഹൃദയാഘാതം വരുന്നതിന് മുന്നേ ഈ രോഗിയെ തിരിച്ചറിയാൻ ഈ കൂടെയുള്ളവർക്ക് കഴിയാത്തതുകൊണ്ടാണ്. ഇതിന് പരിഹാരമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഡോക്ടർ ഫിറ്റ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നത്. അപ്പൊ രോഗം വരാതിരിക്കാൻ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ രോഗിയായി തുടങ്ങുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാൻ എന്തറിവാണ് നമുക്ക് ആ രോഗത്തെ പറ്റിയിട്ട് വേണ്ടത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ചാനലിലെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഹൃദയാഘാതം നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ കേട്ടു വരാറുണ്ട്, നമ്മുടെ നാട്ടിൽ ചെറിയ കുട്ടികൾ ഹൃദയാഘാതം വന്ന് മരിച്ചു എന്ന്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ഭക്ഷണ രീതിയാണ്. നമ്മൾ വളരെ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നു. ഇനി ഭക്ഷണം കഴിച്ചത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ യാതൊരുവിധ വ്യായാമവും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് പ്രധാനമായിട്ടും ഈ കൊളസ്ട്രോൾ കൂടിയിട്ടും ശരീരഭാരം കൂടിയിട്ടും ഹൃദയത്തിന് അത്ര ബ്ലഡ് പമ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാതെ ആയി ഹൃദയം വീക്കായിട്ട് നമുക്ക് പലർക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നമ്മൾ പറയുന്നത്, ഒരു ഹൃദയാഘാതം വരുന്നതിന് മുന്നേ എന്തെല്ലാം ലക്ഷണങ്ങളാണ് ശരീരം കാണിക്കുക എന്നാണ്. ഓക്കെ, ആദ്യത്തെ ലക്ഷണം പറയാച്ചാൽ, ഹൃദയത്തിന്റെ അല്ലെങ്കിൽ നെഞ്ചിന്റെ സെന്റർ ഭാഗത്തോ ഇല്ലെങ്കിൽ കുറച്ച് ഇടത്തോട്ടോ ചേർന്ന് വളരെ കഠിനമായി ആരോ അമർത്തി പിടിക്കുന്ന പോലെ ഒരു വേദന നമുക്ക് അനുഭവപ്പെടും. എന്ന് മാത്രമല്ല, ഈ വേദന പതിയെ കഴുത്തിലേക്കും പിന്നെ താടിയൽ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ ഇടത്തെ കൈയിന്റെ ഉൾഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യും, പടരും. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരു വേദന വരുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ വിയർക്കുക, ഛർദ്ദിക്കുക, ഇതൊക്കെ ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാണ്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്തു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നെഞ്ചരിച്ചിലാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഗ്യാസിന്റെ ഗുളിക കഴിക്കും, ഇല്ലെങ്കിൽ കുറച്ച് ജീരകം കഴിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കും. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യാറ്. പക്ഷേ നിങ്ങൾ രാത്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു വേദന നെഞ്ചിലിടയ്ക്ക് വരാറുണ്ട്, രാത്രി കിടക്കുമ്പോൾ വരാറുണ്ട് എന്നൊക്കെ നിങ്ങളോട് എപ്പോഴെങ്കിലും നിങ്ങൾ വെറുതെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ഒരു അഡ്വൈസ്, നിങ്ങൾ നല്ലൊരു ഡോക്ടറെ പോയി കാണണമെന്നാണ്. കാരണം നമ്മൾ വിചാരിക്കും, നമ്മളുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഏതൊരു രോഗവും നമുക്ക് വരില്ല എന്നാണ്. പക്ഷേ ആ രോഗിയുടെ ചിന്ത അങ്ങനെയായിരിക്കും എപ്പോഴും. രോഗം വന്നതിന് ശേഷം മാത്രമാണ് നമ്മളൊരു രോഗിയായി എന്ന് നമ്മൾ മനസ്സുകൊണ്ട് എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഒരു രോഗിയായി തുടരാൻ ആർക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല, ഈ കാണുന്ന നിങ്ങൾക്കും ഇഷ്ടമല്ല. പക്ഷെ രോഗിയായി ആവാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട പല മുൻകരുതലുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ചാനലിൽ ഫിറ്റ്നസ്സും ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു രോഗത്തെ ഒരു ഡോക്ടർ എങ്ങനെ ചികിത്സിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഒരു രോഗം വരുന്നതിന് മുന്നേ ശരീരത്തിന്റെ ആ സന്തുലിതാവസ്ഥ, ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്കൊരു ഫിറ്റ്നസ്സും കൂടി ആവശ്യമാണ് എന്ന ആശയത്തിലാണ് നമ്മൾ ഈ ചാനലിന് ഡോക്ടർ ഫിറ്റ് എന്ന് പേരുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു. നെഞ്ചിന്റെ സെന്റർ ഭാഗത്തോ അല്ലെങ്കിൽ നെഞ്ചിന്റെ മധ്യഭാഗത്തോ ഇടത്തോട്ടോ ചേർന്ന് കഠിനമായി ആരോ അമർത്തുന്ന പോലത്തെ വേദന, അതുമല്ലേ ഇടത് കൈകളിലേക്ക് പടരുക, അതുപോലെ തന്നെ അത് കഴുത്തിലേക്കും താടിയൽ ഭാഗത്തിലേക്കും പടരുക. ഇങ്ങനെയുള്ള വേദന കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. മാത്രമല്ല, ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ട് ഇതിന് എന്ത് ചെയ്യാതിരിക്കുക, ഒഴിവാക്കാതിരിക്കുക, അല്ലെങ്കിൽ വെറുതെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ വെറുതെ കുറെ മെഡിസിൻസ് കഴിക്കാതിരിക്കുക. ഇത്രയും കാര്യം നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഹൃദയാഘാതം വളരെയധികം ആൾക്കാരുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് ആൾക്കാർ മരിച്ചു പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും വീട്ടിൽ മുതിർന്നവരോ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള വേദന ഉണ്ടെങ്കിൽ, അവർ ഗ്യാസ് ആണെന്ന് നിങ്ങൾ റിപ്പീറ്റ് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വെറുതെ എങ്കിലും അടുത്തുള്ള ഒരു നല്ല കാർഡിയോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ജനറൽ മെഡിസിൻ ഡോക്ടറെയോ പോയി കൺസൾട്ട് ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാനുള്ള ഞങ്ങളുടെ നിർദ്ദേശം. താങ്ക് യു.